വ്യാവസായിക നിക്ഷേപവും കരാറുകളും ലക്ഷ്യമിട്ടാണ് സൗദി കിരീടാവകാശി അമേരിക്കയിലെത്തിയതെങ്കിലും സുഡാൻ, ലെബനാൻ, ഇറാൻ വിഷയങ്ങളും ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. സുഡാനിലെ ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കാൻ US നേതൃത്വത്തിലുള്ള സമ്മർദ്ദത്തിന് കിരീടാവകാശി ആവശ്യപ്പെട്ടേക്കുമെന്നാണ് US മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ഫലസ്തീൻ വിഷയത്തിൽ തുടർ ചർച്ചകളും നടക്കും. അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ട്രംപും കിരീടാവകാശിയും നടത്തുന്ന ചർച്ചയുടെ വിശദാംശങ്ങളുമായി അഫ്താബ് റഹ്മാൻ സൗദിയിൽ നിന്നും ചേരുന്നുണ്ട്. അഫ്താബ്, നിർണായകമായ കൂടിക്കാഴ്ചയാണ്. പ്രധാനമായും എന്തൊക്കെ വിഷയങ്ങളാണ് ഇതുവരെ ചർച്ചയായത്? ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്? സൗദി കിരീടാവകാശിയുടെ US സന്ദർശനത്തിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഫലസ്തീൻ തന്നെയായിരുന്നു. ഫലസ്തീൻ വിഷയത്തിൽ സൗദി അറേബ്യ അവരുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അത് ട്രംപിന് മുമ്പിൽ അദ്ദേഹം അവതരിപ്പിക്കുകയും ചെയ്തു. അബ്രഹാം അക്കോർഡിലേക്ക് പോകണമെങ്കിൽ ഒരു ദ്വിരാഷ്ട്ര ഫോർമുല കൃത്യമായി വേണമെന്നുള്ള കാര്യമാണ് സൗദി കിരീടാവകാശി പറഞ്ഞത്. ഒപ്പം ഫലസ്തീനൊപ്പം തന്നെ ഇസ്രായേലിനൊപ്പം തന്നെ രണ്ടു കൂട്ടർക്കും പരസ്പരം സഹകരണത്തോടുകൂടി നിൽക്കാനാകുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്ന ഒരു അബ്രഹാം അക്കോർഡാണ് താല്പര്യമെന്നുള്ളതും സൗദി അറേബ്യ പറഞ്ഞു വെക്കുന്നുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം, മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായി നിൽക്കുന്നത് സുഡാൻ തന്നെയാണ്. 2.5 വർഷത്തോളമായി ആഭ്യന്തരമായുള്ള സംഘർഷവും ഒപ്പം തന്നെ അതിലേക്ക് പുറമേ നിന്നുള്ളവരുടെ താല്പര്യവുമെല്ലാം അടക്കം ചേർന്നപ്പോൾ ഉണ്ടായ വലിയ തോതിലുള്ള വംശഹത്യ സാധ്യതയുള്ള ഒരു പുതിയ സാഹചര്യം സുഡാനിലുണ്ട്. ഈ വിഷയത്തിൽ US-ന്റെ ഇടപെടൽ വേണമെന്നുള്ളത് സൗദി അറേബ്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ വിഷയം മേഖലയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി നിലനിൽക്കുകയാണ്. വിവിധ അറബ് രാഷ്ട്രങ്ങളുമായി മികച്ച ബന്ധമുള്ളൊരു രാഷ്ട്രം കൂടിയാണ് സുഡാൻ. അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള രണ്ട് കക്ഷികൾ തമ്മിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഭിന്നതയും ചേരിതിരിവും ഒപ്പം തന്നെ പ്രാദേശിക യുദ്ധവും അതിൽ വലിയ തോതിൽ പുറമെ നിന്നുള്ള ഇടപെടൽ വഴി വലിയ തോതിൽ വ്യാപിക്കുകയും നിരവധി പേരുടെ കൂട്ടക്കൊലയിലേക്ക് നയിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇതിൽ ഇടപെടൽ വേണമെന്നും യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നീക്കം US നടത്തണമെന്നുള്ളതുമാണ് US-നോട് സൗദി അറേബ്യ ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ് നയതന്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നത്. ഇക്കാര്യം പരസ്യമായി പറഞ്ഞില്ലെങ്കിൽ പോലും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി ഈ കൂടിക്കാഴ്ചയിൽ അത് ഉയർന്നു വന്നതായും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മറ്റൊന്ന് ഇറാനാണ്. ഇറാനുമായി നേരത്തെ ഫോർദോ ഉൾപ്പെടെയുള്ള ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയ ശേഷം ഇതുവരെ ആണവ കേന്ദ്രവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഇറാൻ ഇതുവരെ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇറാനുമായി ഇനിയൊരു സംഘർഷത്തിലേക്ക് പോകാതെ അവരുമായി ചർച്ചയ്ക്ക് ഒരുക്കമാണ് എന്നുള്ളത് സൗദി കിരീടാവകാശിയുമായുള്ള കൂടിക്കാഴ്ചക്കിടെ ഇന്നലെ മാധ്യമങ്ങളോട് ട്രംപ് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതിന് പ്രധാനമായും കാരണമായത് സൗദി കിരീടാവകാശിയുടെ വാക്കുകളാണ്. അദ്ദേഹം പറഞ്ഞത് ഒരു രാജ്യവുമായിട്ടും സൗദി അറേബ്യ സംഘർഷം ആഗ്രഹിക്കുന്നില്ല, എല്ലാവരുമായും സഹവർത്തിത്വമാണ് ആഗ്രഹിക്കുന്നത്. അത് ഇസ്രായേലായാലും ശരി, ഒപ്പം തന്നെ ഇറാനായാലും ശരി, ചുറ്റുമുള്ള രാജ്യങ്ങളുമായെല്ലാം പരസ്പര സൗഹൃദത്തിൽ നിൽക്കണമെന്നുള്ളതാണ് സൗദി അറേബ്യ താല്പര്യപ്പെടുന്നതെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ കാര്യം. അതുകൊണ്ട് തന്നെ ഇറാനുമായുള്ള പ്രശ്നത്തിൽ US-ന്റെ തർക്ക വിഷയങ്ങളിൽ ഒരു ചർച്ചയിലേക്ക് പോവുകയാണെങ്കിൽ അതിന് US ഒരുക്കമാണ് എന്നുള്ളത് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ ഇറാന്റെ നിലപാട് ഇനി നിർണായകമാണ്. ഈ ചർച്ചകളെ പൂർണ്ണമായും പിന്താങ്ങുമെന്നുള്ളതാണ് സൗദി കിരീടാവകാശി പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ലെബനോനാണ്. ലെബനോനുമായി ബന്ധപ്പെട്ട ഇസ്രായേലിന്റെ ആക്രമണം തുടരെ ഇപ്പോഴും ലെബനോനിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹിസ്ബുള്ളയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഈ ആക്രമണത്തിൽ 14ഓളം പേരാണ് ഇന്ന് മാത്രം കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മാത്രം കൊല്ലപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മേഖലയിലെ ഒരു പ്രധാന രാഷ്ട്രീയ സംഘർഷ മേഖലയായി ഇപ്പോൾ ലെബനാൻ കൂടി തുടരുകയാണ്. ലെബനോനുമായി നേരത്തെ സൗദി അറേബ്യ അവരുടെ വ്യാപാര ബന്ധങ്ങളെല്ലാം റദ്ദാക്കിയതാണ്. പക്ഷേ അതിപ്പോൾ വീണ്ടും പുനരാരംഭിക്കുവാനുള്ള ചർച്ചകൾ സൗദി അറേബ്യ ആരംഭിച്ചിട്ടുണ്ട്. ഈ മേഖലയിലെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങളും പ്രശ്നങ്ങളും തന്നെയാണ് പ്രധാനമായും ഇവരുടെ ചർച്ചയിൽ വരുന്നത്. ഇതിൽ ഏതെങ്കിലും മൂർത്തമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ അതിലേക്ക് നയിക്കാവുന്ന സമ്മർദ്ദങ്ങളും ഒപ്പം തന്നെ രാഷ്ട്രീയ ചർച്ചകളുമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, അഫ്താബ് റഹ്മാനാണ് സൗദിയിൽ നിന്നും സമഗ്രമായ വിശദാംശങ്ങൾ നൽകിയത്.